ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഇറേ. സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,98,00,000 രൂപയാണ്. അങ്ങനെ 22,61,00,000 രൂപയാണ് 6 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് 3,63,00,000 രൂപയായിരുന്നു. അങ്ങനെ 52,36,00,000 രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ 50 കോടി പോസ്റ്റർ ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുമുണ്ട്. ഇനി 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,80,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 7 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 24,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 56 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നാളെ നവംബർ 7 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ ചേരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സിനിമ മമ്മൂട്ടി നായകനായി ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് 1991 തിയേറ്ററിലെത്തിയ അമരം എന്ന സിനിമയാണ്. ഈ സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുന്ന വിവരം കാര്യമായി ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. വലിയ പ്രൊമോഷനോ പബ്ലിസിറ്റിയോ ഈ സിനിമയുടെ രണ്ടാം വരവിന് കാര്യമായി എങ്ങും കാണാനുമില്ല. മുരളി, അശോകൻ, KPSC ലളിത, മാധു, കുതിരവട്ടം പപ്പു, ചിത്ര എന്നിങ്ങനെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. 28 ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ 2.5 കോടി രൂപയായിരുന്നു ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി അന്ന് നേടിയെടുത്തിരുന്നത്. നവാഗതനായ പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്യുന്ന ഇത്തിരി നേരം എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. റോഷൻ മാത്യു നായകനാകുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് വൈശാഖ് ശക്തിയാണ്. സെറിൻ ഷഹാബ്, ആനന്ദ് മന്മഥൻ, നന്ദു, ജിയോ ബേബി, കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം രാകേഷ് ധരണും ഫ്രാൻസിസ് ലൂയിസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ബേസിൽ CJ ആണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. നാളെ നവംബർ 7 വെള്ളിയാഴ്ച റിലീസ് ചെയ്യപ്പെടുന്ന മലയാള സിനിമയാണ് ഇന്നസെന്റ്. നവാഗതനായ സതീഷ് തൻവിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സംവിധായകൻ സതീഷ് തൻവി, സർജി വിജയൻ, ഷിഹാബ് കരുനാഗപ്പള്ളി എന്നിങ്ങനെ 3 പേരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അൽത്താഫ് സലീം, അനാർക്കലി മരയ്ക്കാർ, ജോമൻ ജ്യോതിർ, ആസീസ് നെടുമങ്ങാട്, കിളി പോൾ, അന്ന പ്രസാദ്, പൂജപ്പുര രാധാകൃഷ്ണൻ, നോബി മാർക്കോസ്, അശ്വിൻ വിജയൻ, വിനീത് തട്ടിൽ ഡേവിഡ്, ഉണ്ണി ലാലു എന്നിങ്ങനെ നല്ലൊരു താരനിരയും ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. നിഖിൽ S പ്രവീൺ ഛായാഗ്രഹണവും റിയാസ് K ബദർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ജയ് സ്റ്റെല്ലറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നാളെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ബോളിവുഡ് സിനിമയാണ് ഹക്ക്. സുബാം വർമ്മ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, യാമി ഗൗതം, വർദ്ധിക സിംഗ്, ഷീബ ചദ്ദ എന്നിങ്ങനെയാണ് താരങ്ങൾ. തെലുങ്കിൽ നിന്ന് നാളെ 2 സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. രാഹുൽ രവീന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഗേൾ ഫ്രണ്ട് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. രശ്മിക മന്ദാന, ദീക്ഷിത് ഷെഡ്ഡി, അനു ഇമ്മാനുവൽ, റാവു രമേശ്, രോഹിണി, രാഹുൽ രവീന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഇഷാം അബ്ദുൽ വഹാബാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കൃഷ്ണ വസന്ത് ഛായാഗ്രഹണവും ചോട്ടാ K പ്രസാദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നാളെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 2ാമത്തെ തെലുങ്ക് സിനിമയാണ് ജഡധാര. വെങ്കിട് കല്യാൺ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സുധീർ ബാബു, സോനാക്ഷി സിൻഹ, പ്രദീപ് റാവത്ത്, ശില്പ ശിരോദ്കർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. നാളെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ക്രിസ്റ്റീന കതിർവേലൻ. SJN അലക്സ് പാണ്ഡ്യൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ കൗശിക് റാം, പ്രതിഭ പാണ്ഡ്യരാജ് എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് NR രഘുനാഥനാണ്. പ്രഹദ് മുനിയസ്വാമി ഛായാഗ്രഹണവും ലോകേശ്വർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. കമലഹാസൻ നായകനായി മണിരത്നം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് 1987 തിയേറ്ററിലെത്തി വമ്പം വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് നായകൻ. ഈ സിനിമ നാളെ കേരളം ഉൾപ്പെടെ റിലീസായി വീണ്ടും തിയേറ്ററിലെത്തുന്നുണ്ട്. കമലഹാസൻ, ജ്യോതിക, പ്രകാശ് എന്നിവർ അഭിനയിച്ച് ഗൗതം വാസുദേവ മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2006 തിയേറ്ററിലെത്തിയ വേട്ടയാട് വിളയാട് എന്ന തമിഴ് സിനിമയും റിലീസായി നാളെ തിയേറ്ററിലെത്തുകയാണ്. സിദ്ധാർത്ഥാനന്ദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് 2010 തിയേറ്ററിലെത്തിയ അഞ്ചാന അഞ്ചാനി എന്ന ബോളിവുഡ് സിനിമ റിലീസായി വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. നാളെ നവംബർ 7 വെള്ളിയാഴ്ച റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ രൺബീർ കപൂർ, പ്രിയങ്ക ചോപ്ര, സായിദ് ഖാൻ എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.